UDFിന്റെ നിലമ്പൂർ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള AP അനിൽകുമാർ KPCC വർക്കിംഗ് പ്രസിഡന്റാണ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നത്. ആദ്യം 24 മണിക്കൂറിനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. പ്രഖ്യാപിച്ചു, അങ്ങനെ സജ്ജമാണെന്ന് തെളിയിക്കുകയാണോ? തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ മെയ് മാസത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ്. അതുകൊണ്ട് എല്ലാ തയ്യാറെടുപ്പും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നേരത്തെ അതുകൊണ്ടാണ് ആത്മവിശ്വാസത്തോട് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഇലക്ഷൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചു. അതായത് ഇപ്പോൾ ചെറിയ വെല്ലുവിളികൾ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധികൾ എന്ന നിലയിൽ തന്നെ കുറച്ച് ഘടകങ്ങൾ മുന്നിലേക്ക് വന്നു. അതിൽ ഒന്നാണ് PV അൻവർ. നേരത്തെ തന്നെ PV അൻവർ ഒപ്പം ഉണ്ടാകും, ഇപ്പോഴും UDF ഒപ്പം ഉണ്ടാകും എന്നാണ് പറയുന്നത്. പക്ഷെ അൻവർ ഇന്നലെ UDF സ്ഥാനാർത്ഥിയെ ആക്രമിക്കുന്നതാണ് കണ്ടത്. PV അൻവർ ഞങ്ങൾക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചാണ്. ഇന്നലെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇന്നലെ UDF സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ എല്ലാ രീതിയിലും ഒഴിവാക്കേണ്ട ഒന്നായിരുന്നു. അത് മോശമായിപ്പോയി അൻവർ നടത്തിയ പരാമർശം. ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതും ഏറ്റവും നല്ല രീതിയിലുള്ള സ്ഥാനാർത്ഥി, എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ഒരാൾ, അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരായി നടത്തുന്ന പരാമർശങ്ങൾ എന്തുകൊണ്ട് ഒഴിവാക്കേണ്ടതായിരുന്നു? എന്തുകൊണ്ടാണ് PV അൻവർ അത്തരം പരാമർശങ്ങൾ നടത്തിയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അൻവറിന്റെ പിന്തുണ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് UDF. അൻവർ നിരുപാധിക പിന്തുണ ഞങ്ങൾക്ക് നൽകിയതാണ്. അതിപ്പോഴും ഉണ്ടാവും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിനിടയിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വരുന്നത് ഈ സാഹചര്യത്തിലാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. CPM ഇപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന ഒരു ആവശ്യമൊക്കെ പാർട്ടിക്ക് ഉള്ളിലുണ്ട്. M സ്വരാജിന്റെ പേരൊക്കെ പരിഗണിക്കുന്നുണ്ട്. എങ്ങനെയാണ് കാണുന്നത്? ഏപ്രിലിൽ തുടങ്ങിയല്ലേ നമ്മൾ ഇത് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന്? നിങ്ങളാണ് ഏപ്രിലിൽ തന്നെ, മാധ്യമങ്ങളാണ് ആദ്യം പറഞ്ഞത്. ഏപ്രിൽ കഴിഞ്ഞ് മെയ് കഴിഞ്ഞ് ജൂണിലാണ് ഇലക്ഷൻ നടക്കുന്നത്. ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക, അത് സ്വതന്ത്രനാണോ അല്ലെങ്കിൽ ചിഹ്നത്തിലാണോ എന്ന് പോലും തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെത്ര പുറകിലാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. അൻവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനെതിരെയുള്ള പോരാട്ടം തുടരും, അദ്ദേഹത്തിൻ്റെ നയങ്ങൾക്കെതിരെ എന്നാണ്. അത് ആത്മാർത്ഥമുള്ളതാണെങ്കിൽ അത് എടുക്കേണ്ട സമീപനം UDFനെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. ഇനി അൻവർ മത്സരിച്ചാലും UDF വിജയിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആരെയും വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ പോകുന്നില്ല. അൻവറിൻ്റെ പിന്തുണ നേരത്തെ നൽകിയതാണ്, അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളെല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾക്കൊരു സാധാരണ വിജയം പോരാ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച വിജയമാണ് വേണ്ടത്. അതിനെല്ലാവരും ചേർത്ത് നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു നിലപാട്. അതെ, UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തിയത്. സജ്ജമാണെന്ന് തെളിയിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ച് ഇനി പ്രചാരണത്തിലേക്ക് കടക്കുകയാണ് UDF നേതൃത്വം. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.